സുഖമേകൻ കപലേശ്വര നെഞ്ചകത്തിൽ പരമാനന്ദം തൂകില്ലേ നന്മയെ പുൽകുന്ന ഭക്തപ്രിയ തമസാർന്ന ജീവിത പാന്താവിലും നീ മാത്രമാണെന്റെ ശരണം വിഭോ ഒരു മാത്ര മനസ്സിൽ നിനച്ചിടുകിൽ നീ മമ മുന്നിലെത്തിക്കുമെൻ പൈതലേ ഒരു മാത്ര മനസ്സിൽ നിനച്ചിടുകിൽ നീ മമ മുന്നിലെത്തിക്കുമെൻ പൈതലേ. സുഭദ്രേ സുഭദ്രേ അമ്മ മഹാദേവനെ വിളിച്ച് എന്നെ കാണണമെന്ന് പ്രാർത്ഥിച്ചു. മഹാദേവൻ എന്നെ അമ്മയുടെ മുമ്പിൽ എത്തിച്ചു, അത്ര തന്നെ. എന്നാലും എന്റെ മോനെ എന്തൊരു വരവാണിത്, ഒന്നറിയിക്കാമായിരുന്നില്ലേ? ഒന്നുമില്ല അമ്മേ, ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്റെ പെരുങ്ങോട്ടുകാരെ അപ്പ ഇതാര്? എന്റെ ഉണ്ണിത്തമ്പുരാനോ? അതേ കല്യാണി അമ്മേ, വാഴും കോവിലിടത്തെ ഉണ്ണിത്തമ്പുരാൻ എന്ന സാക്ഷാൽ ശ്രീകുട്ടൻ തമ്പുരാൻ. ആരാ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? ആരാ? ഞാനിതെന്തായി കാണണേ? മോനിതെപ്പോ വന്നു? തേവരുടെ നീരാട്ട് നേരത്ത് ആരെങ്കിലും അമ്പലക്കുളത്തിൽ കുളിക്കുവോ? ശിവ ശിവ, എന്റെ കൊച്ചുതമ്പുരാന് പേടിന്ന് പറയണതൊന്നില്ലേ? ഇതാ ഇപ്പോ കാര്യം. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോവിലിടത്തെ ശ്രീകുട്ടൻ തമ്പുരാന് മാത്രമേ ഉള്ളൂന്ന് ഇവിടുത്തെ ഉപദേവന്മാരൊക്കെ ഒന്ന് അറിയട്ടെ. എന്റെ വാരേ, എന്റെ വാര് വല്ലാതെ ക്ഷീണിച്ചു. അതിപ്പോ എന്റെ പ്രായമാവുമ്പോ ഈ തമ്പുരാനും ഇങ്ങനെ തന്നെയാ ഇരിക്കുക. കൃഷ്ണനുണ്ണിയുടെ വിവരം വല്ലതും ഉണ്ടോ? വരും, വരാതിരിക്കില്ല. മനസ്സങ്ങനെയാ പറയണേ. എന്റെ മോൻ വരാതിരിക്കുന്നതിന്റെ കാര്യമെന്താ? കൊച്ചുതമ്പുരാൻ ഇത് കണ്ടോ? എന്റെ മോൻ വരുമ്പോ കഴുത്തിലിടാൻ വേണ്ടി പണിയിച്ചതായി മാല, കയ്യിലൊരു വാച്ചും കെട്ടിട്ട് എന്റെ കൊച്ചുതമ്പുരാനെ പോലെ തേവർക്കിടയ്ക്ക ഊട്ടി പാടുമ്പോൾ ഒന്നേ പ്രാർത്ഥന, എന്റെ ഉണ്ണിയെ ഇങ്ങെത്തിക്കണേന്ന്. ഇന്നാള് ഹരിദ്വാറിൽ വെച്ച് രാമനുണ്ണി അവനെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ കേട്ടു ഋഷികേശിലുണ്ടെന്ന്. നട തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും തേവരോട് ഈ വാര് പറയും, എന്റെ മോന്റെ കൈകൊണ്ട് ഈ വയസ്സന്റെ അസ്ഥി നിമജ്ജനം ചെയ്യണമെന്ന്. അല്ലാതെ എന്റെ കൈകൊണ്ട് 10ാം വയസ്സിൽ പോയതാ, വർഷം 18ആയി. മനസ്സു നൊന്തു പിടയ്ക്കുക. വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാന്ന് വെച്ചാ വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാ. എന്താ ഇത്? കരയാനാണോ എന്നെ ഈ ചായപ്പിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? ഉണ്ണിത്തമ്പുരാനെ, ഉണ്ണിത്തമ്പുരാനെ, തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ, തമ്പുരാട്ടിയെ. ആയാട്ടി, തമ്പുരാട്ടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. അല്ല, ഇതാരാ? ആയാട്ടിയോ? എന്താ രാവിലെ ഒരു കള്ളച്ചിരിയായിട്ട്?
വെളുപ്പിന് കട്ടൻ ചായ കുടിക്കാൻ പോയപ്പോ രാമനുണ്ടിയാ പറഞ്ഞത് നിന്റെ ഉണ്ണിത്തമ്പുരാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ നാട്ടില് പാട്ടായി. ഈ പട്ടാളക്കാരൻ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നു അല്ലേ? അയാട്ടി ഗായത്രി പെണ്ണിനെ കണ്ടോ? ഗോപിയെ, ഓ ആ ജാനുവിനെ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാൻ പറ. ജാനു കിടന്ന് കാറാതടോ. ഓ അമ്മ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കണ്ടു. നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? 2 മാസത്തെ ലീവ് കഴിഞ്ഞ അങ്ങ് നേരെ കാശ്മീരിലേക്കാ. ചില അടിപിടികൾ നടന്നു എന്ന് അമ്മാവൻ അറിഞ്ഞു. നിന്റെ അമ്മ അറിഞ്ഞോ? അയ്യോ അമ്മാവ ചതിക്കല്ലേ. അമ്മ അറിഞ്ഞ എന്നെ കൊന്നു കളയും. വാഴും കോവിലെടുത്ത സുഭദ്ര തമ്പുരാട്ടി ഹിറ്റ്ലറാ. എന്നാ നീ ഒരു കാര്യം അറിഞ്ഞോ? ഈ വരവിന് ആ ഹിറ്റ്ലർ നിന്നെ പിടിച്ച് കല്യാണം കഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാ. പിന്നെ ഞാനൊരു കാര്യത്തിൽ നിന്നോട് മുൻകൂർ ജാമ്യം എടുക്കുക. അമ്മ ഏതൊരു കാര്യം തീരുമാനിക്കുന്നുവോ അതിനോട് അമ്മാവ് അനുകൂലിക്കും. വേറൊന്നും കൊണ്ടല്ല, വാഴും കോവിലിടത്തെ സുഭദ്ര തമ്പുരാട്ടിയുടെ തീരുമാനം അതിനു മേലെ സാക്ഷാൽ ഗരുഡൻ പോലും പറക്കില്ല. എന്റെ ഉണ്ണി, നിന്റെ അമ്മയെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എന്റെ മോൻ എടുക്കരുത്. ഭദ്രമാമയ്ക്ക് ഇപ്പൊ എത്രയേ പറയാനുള്ളൂ. ഇത് അമ്മയുടെ കൊടുത്തേക്ക്. പടിഞ്ഞാറേ പറമ്പിലെ വരവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. തേവരുടെ ആറാട്ടിന് മുമ്പ് കഴിയുമെങ്കിൽ ഈ മീനത്തോടുകൂടി അവന്റെ കല്യാണം നടത്തിയ ഒരു ആശ്വാസമായി തിരുമേനി. കഷ്ടിച്ചു കിട്ടുന്ന ലീവൊക്കെ ഉള്ളൂ. ആലത്തൂരിൽ നിന്നുള്ള ബന്ധം അതങ്ങ് അന്വേഷിക്കാൻ ഭദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചോ തമ്പുരാട്ടിയെ? കുട്ടി നല്ല സുന്ദരിയാണെന്നാ പറയണേ. ഇനിയിപ്പോ നാട്ടുകാരെ വിളിച്ച് ഗംഗമായ ഒരു സദ്യക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാ എന്നാ തമ്പുരാട്ടി പറഞ്ഞു പറഞ്ഞല്ലേ? പിന്നെ പറയാൻ മറന്നു. ശ്രീകുട്ടന്റെ പക്കപ്പിറന്നാള് ദിവസം തിരുവാതിര നക്ഷത്രത്തില് സഹസ്രനാമം ചെയ്തേക്കൂ കേട്ടോ. ഞാൻ ചീട്ടെഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തേവരെന്തൊക്കെയോ നിശ്ചയിച്ചിട്ടുണ്ട് കുട്ടി. ചന്ദനത്തെന്നലായി നെറ്റിമേലിറ്റിടും.